ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് നല്ല തമിഴ്നാട് ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്നി. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ: വല്യുള്ളി രണ്ടായി വെട്ടി വെച്ചിട്ടുണ്ട്, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, മല്ലിയില ഒക്കെ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്ന് നമുക്ക് ഈ വല്യുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി വഴറ്റിയെടുക്കുക. വല്യുള്ളി ഒരുവിധം വഴണ്ട് വന്നത് നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് അതും നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളിയും ഒരു കൈപ്പിടി കരിവേപ്പിൻ്റെ ഇലയും ഇട്ടോ അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുത്ത് അതും നമുക്ക് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ലേശം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു മൂടി തേങ്ങ അരയ്ക്കാനായിട്ട് വേണം കേട്ടോ. ആ ഒരു മൂടി തേങ്ങ ചുരകിയത് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ആ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കും നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കുക. ഇത് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ആറാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വന്നിട്ട് ദോശ പറഞ്ഞാൽ അരിൻ്റെ ദോശയല്ല കേട്ടോ. ഞാൻ എന്താ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി, തിന, കമ്പ്, ചോളം ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ദോശയാണിത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേമാതിരി ഒന്ന് ആട്ടി ഉണ്ടാക്കി നോക്കണം കേട്ടോ. രാത്രി കുതിരാനിട്ടിട്ട് രാവിലെ എണിച്ചിട്ട് നമുക്കിത് ആട്ടിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് ഉപ്പിട്ട് വെക്കാൻ പറ്റില്ല, വേഗം തന്നെ അത് കേടുവന്ന് പോകും. അതിനാണ് കുറച്ച് മാറ്റിയിട്ട് ഞാനിത് ദോശ വീത്തുകയാണ് കേട്ടോ. ഇതിൽ ദോശക്കല്ലിൽ പിടിക്കൊന്നുമില്ല. നന്നായി പെട്ടെന്ന് തന്നെ ഉള്ളതുപോലെ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. നുണയായിട്ടൊന്നും ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തു. ഈ ദോശ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ദോശക്കല്ലിലൊന്നും പിടിക്കുകയില്ല. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ അതേമാതിരി ഞാനിതാ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ആ ദോശയും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല നൈസായിട്ടുണ്ട്. കട്ടിയായിട്ട് ഊത്തപ്പം പോലെ ഒന്നും എടുക്കണ്ട. നമ്മുടെ ചട്നി ആറിയിട്ടുണ്ട്, അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്നിയും ഹെൽത്തി ആയിട്ടുള്ള ദോശയും. ഒരെണ്ണം കഴിച്ചാൽ പോരാന്ന് പറയുന്നത്. ഒരാൾക്ക് എപ്പോഴും കാലത്ത് 2 ദോശ അത് കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ല. അത് കാരണം ഇതിൽ തന്നെ ഉണ്ടാവും ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാതും അടങ്ങിയിട്ടുള്ളതല്ല. അത് കാരണം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അയക്കാനായിട്ട് മറക്കണ്ട. ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ബായ്.